നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഫലവത്തായി നടപ്പിലാക്കാൻ ശ്രമിച്ച നോട്ട് നിരോധനം വാസ്തവത്തിൽ റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം ഏറ്റവും ഒടുവിൽ 2000 രൂപ പിൻവലിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് റിസർവ് ബാങ്ക് തന്നെ വ്യക്തമാക്കിയതാണ്. അതോടുകൂടി റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര നരേന്ദ്രമോദിയുടെ കണ്ണിലെ നോട്ടപ്പുള്ളിയെ പോലെയായി മാറി. ഇപ്പോഴിതാ റിസർവ് ബാങ്ക് എടുക്കുന്ന ജനോപകാരപ്രദമായ പല നയങ്ങളും, പ്രത്യേകിച്ച് വായ്പാ കാലാവധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന് പലിശ നിരക്ക് ഉൾപ്പെടെ കുറയ്ക്കുന്ന പുതിയ സ്കീമുകൾ റിസർവ് ബാങ്ക് കൃത്യമായി പറയുമ്പോൾ അത് പാലിക്കാൻ നാഷണലൈസ്ഡ് ബാങ്കുകൾ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ 500 രൂപയുടെ നോട്ടുകൾ അതുകൂടി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നിലവിൽ സർക്കുലേറ്റ് ചെയ്യുന്ന 500 രൂപ നോട്ടുകൾ പിൻവലിച്ചുകൊണ്ട് പിന്നീടുള്ള തുകകൾ, അതായത് 200 രൂപ നോട്ട്, 100 രൂപ നോട്ട്, 50 രൂപ തുടങ്ങിയ നോട്ടുകൾ മാത്രം പ്രചരണത്തിലാക്കിക്കൊണ്ട് വലിയ ഡിനോമിനേഷൻ തുകകൾ ക്യാഷ്ലെസ് ട്രാൻസ്ഫർ ആക്കുന്ന രീതിയിലേക്ക് സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാനാണ് നരേന്ദ്രമോദി ചില പരിഗണനകൾ കൊടുക്കുന്നത്. അതായത് എവിടെയായിരുന്നാലും പർച്ചേസ് ചെയ്താൽ, ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും പർച്ചേസ് ചെയ്യുമ്പോൾ നോട്ടല്ലാതെ ക്യാഷ്ലെസ് ആയി മണി ട്രാൻസ്ഫർ നടത്തുന്ന സമ്പ്രദായം ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും സർവ്വവ്യാപകമാണ്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ രാജ്യത്തെ കള്ളപ്പണം പരിപൂർണമായി പിടിക്കണമെങ്കിൽ 500 രൂപ നോട്ട് കൂടി റദ്ദാക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് എന്നുള്ള തീരുമാനത്തിലേക്ക് ധനകാര്യ മന്ത്രാലയം മാറുകയാണെങ്കിൽ അത് റിസർവ് ബാങ്കിനോട് ശുപാർശ ചെയ്യാനാണ് തീരുമാനം. എന്നാൽ അത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും മധ്യവർഗ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക്, ചില്ലറ വ്യാപാര മേഖലയിലൊക്കെ ഉണ്ടാക്കുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെ പ്രധാന രീതി എന്ന് പറയുന്നത് നമുക്കറിയാം. അമിത്ഷാ സഹകരണ വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രിയായി സ്ഥാനമേറ്റ വ്യക്തിയാണ്. അദ്ദേഹം സഹകരണ മന്ത്രാലയത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തത് 2021-ലാണ്. ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിൻ്റെ പ്രധാന രീതി എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ, BJP ഇതര സംസ്ഥാനങ്ങളിലെ കോഓപ്പറേറ്റീവ് സെക്ടറുകളെ തകർക്കുക. അവിടെ പലയിടത്തും ക്യാഷ്ലെസ് ട്രാൻസ്ഫർ അല്ല ഉള്ളത്. അവിടെയെല്ലാം പണ ഇടപാട് എന്ന് പറയുന്നത്, പണത്തിൻ്റെ തോത് എന്ന് പറയുന്നത് കൃത്യമായും ഡിനോമിനേഷൻ പ്രകാരമുള്ള ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഇതിനെ തകിടം മറിച്ചുകൊണ്ട് അപ്പാടെ നശിപ്പിക്കുക, ഇതാണ് BJP ഉദ്ദേശിക്കുന്ന രീതി എന്നുള്ളത് വ്യക്തമായി കണക്കുകൾ സഹിതം റിസർവ് ബാങ്ക് തന്നെ പുറത്തു കൊണ്ടുവരികയാണ്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് പണം ഒഴുകുമ്പോൾ ആ പൊതുമേഖലയെ പ്രൈവറ്റ് വൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ വിഹിതം, ലാഭവിഹിതം തെരഞ്ഞെടുപ്പിനായി ഇലക്ട്രൽ ബോണ്ട് വഴി ഉപയോഗിക്കുക. ഇതാണ് BJPയുടെ അജണ്ട. BJPയുടെ അജണ്ടയ്ക്ക് ആദ്യം തടയിട്ടത് സുപ്രീം കോടതിയാണ്, ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ട്. എന്നാൽ അത് മറ്റൊരു വഴിയിലൂടെ അത് ശാശ്വതമാക്കാൻ വേണ്ടിയുള്ള കള്ളക്കളിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.